ഈ വീഡിയോ കണ്ടു. കാട്ടിലെ രാജാവായ സിംഹം താൻ വേട്ടയാടി കൊണ്ടുവന്ന ഭക്ഷണം എല്ലാവർക്കും പങ്കുവെക്കുകയാണ്. കാട്ടുപോത്തിനും സീബ്രയ്ക്കും ചെറിയ മുയലിനും വരെ സിംഹം മാംസങ്ങൾ നൽകി. എന്നാൽ ഒരു മുള്ളൻ പന്നിയുടെ ഊഴം വന്നപ്പോൾ അതിനെ പാടെ അവഗണിച്ചു. തനിക്ക് മാത്രം ഭക്ഷണം കിട്ടാത്തതിൽ ആ മുള്ളൻ പന്നി ബഹളമുണ്ടാക്കിയില്ല, ആരോടും വഴക്കിട്ടില്ല. അത് നിശബ്ദമായി പിന്മാറി. പക്ഷേ പിറ്റേന്ന് അതേ സിംഹം വേട്ടയാടാൻ ഇറങ്ങിയപ്പോൾ അപ്രതീക്ഷിതമായി മുള്ളൻ പന്നി സിംഹത്തെ ആക്രമിച്ചു. അതിന്റെ മൂർച്ചയുള്ള മുള്ളുകൾ സിംഹത്തിന്റെ ശരീരത്തിൽ ആഴ്ന്നിറങ്ങി. വേദന കൊണ്ട് പുളഞ്ഞ സിംഹം അന്നേ ദിവസം പട്ടിണി കിടക്കേണ്ടി വന്നു. ഇതിനെ സൈക്കോളജിയിൽ അറ്റാക്കിംഗ് തിയറി എന്ന് പറയാം. പലപ്പോഴും നമ്മൾ ഒരാളെ നിസ്സാരമായി കണ്ട് ഇൻസൾട്ട് ചെയ്യാറുണ്ട്. അവർ അപ്പോൾ പ്രതികരിക്കാത്തത് കൊണ്ട് നമ്മൾ അത് മറന്നുപോകും. എന്നാൽ ആ അപമാനം അവരുടെ ഉള്ളിൽ ഒരു വിഷം പോലെ പടർന്നുകൊണ്ടേയിരിക്കും. പുറമെ ശാന്തരായിരിക്കുകയാണെങ്കിലും പലതവണ മുറിവേറ്റ അവർ ഉള്ളിൽ ദേഷ്യം അടക്കി പിടിക്കുകയാണ്. അവരുടെ ക്ഷമയുടെ അതിര് നിങ്ങൾ ഒരിക്കൽ ലംഘിച്ചാൽ അവരുടെ ആ ഒരു തിരിച്ചടി എല്ലാത്തിനെയും തകിടം മറിക്കും. അതുകൊണ്ട് ആരെയും അനാവശ്യമായി അപമാനിക്കരുത്. ഒരാൾ നിശബ്ദനായി ഇരിക്കുന്നുണ്ടെങ്കിൽ അയാൾ ദുർബലനാണെന്ന് അർത്ഥമില്ല. ഏറ്റവും ഭീകരമായ പ്രതികാരങ്ങൾ വരുന്നത് പലപ്പോഴും ശാന്തരായിരിക്കുന്ന മനുഷ്യരിൽ നിന്നായിരിക്കും.